നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. പ്രമേഹം മാറിക്കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു പ്രമേഹ രോഗിയും ഈ നാട്ടിലുണ്ടാവില്ല. എല്ലാം ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ എന്ന് എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? എന്താണ് ശരിക്കും പ്രമേഹം? ഈ പ്രമേഹം വരുന്ന വഴി എന്താണ്? ഇത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും ഒരാളും പഠിക്കാനും ശ്രമിക്കില്ല. ഇതെന്തെന്ന് അറിയാനും പാടില്ല. ബ്ലഡ് ഷുഗർ കൂടുന്നതാണ് പ്രമേഹം. എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ബ്ലഡ് ഷുഗർ കൂടുന്നതല്ല പ്രമേഹം എന്ന് പഠിക്കുക ആദ്യമേ. ബ്ലഡ് ഷുഗർ കൂടുന്നത് ഇത് രോഗലക്ഷണം മാത്രമാണ്. റൈറ്റ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. രണ്ട്, പാൻക്രിയാസിന്റെ എന്തോ ഒരു കേട്, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതാണ് പ്രോബ്ലം മെയിൻ. മൂന്ന്, നമ്മുടെ എല്ലാം രക്തക്കൊള്ളിൽ കൊഴുപ്പടിയും രക്തക്കൊള്ളിന്റെ ഭിത്തി ദുർമേധസ് അടിയെന്ന് പഴയ വൈദ്യന്മാർ പറയുന്ന പോലെ LDL ബാഡ് കൊളസ്ട്രോൾ ദുർമേധസ് അത് അടിഞ്ഞു കയറുമ്പോൾ രക്തക്കൊള്ള ഭിത്തി കംപ്ലീറ്റ് ബ്ലോക്കുകളും അറിയും, ഒരു മുരിങ്ങാക്കോലിന്റെ അവസ്ഥ. സോ രക്തക്കൊള്ള ഭിത്തിയൊക്കെ നിറയെ മുഴകൾ, രക്തോട്ടം കുറയുന്നു. 50 വയസ്സാകുമ്പോൾ തന്നെ 80-90കാരൻ്റെ അവസ്ഥ. അത് ബ്രെയിൻ അവസ്ഥ വരുമ്പോൾ അൽഷിമർ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിലേക്കും രക്തോട്ടം കുറയുന്നു. 30-40 വയസ്സാകുമ്പോൾ തന്നെ പാൻക്രിയാസ് 70-80കാരൻ്റെ അവസ്ഥയിലെത്തുന്നു. 20-30 വയസ്സിൽ ഓടുന്നത് പോലെ 60-70 വയസ്സിൽ ഓടാൻ പറ്റുമോ? അതുപോലെ പാൻക്രിയാസിന്റെ എഫിഷ്യൻസി പുറകോട്ട് പോകുന്നു. സോ ഒരു അകാല വാർദ്ധക്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. സോ അതിൽ പ്രമേഹം മാറില്ല എന്തെല്ലാം വേണം. ഒന്ന്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അത് മരുന്നുകൾ കൊണ്ടല്ല സാധിക്കുക. ഗുളിക കഴിച്ചാൽ ഇൻസുലിൻ കുത്തിവെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാവില്ല. എന്താ ഇൻസുലിൻ റെസിസ്റ്റൻസ്? രക്തത്തിലെ ഗ്ലൂക്കോസിനെ മസിൽസിന്റെയും ലിവറിന്റെയും അകത്തേക്ക് കടത്തിവിടാനുള്ള ഇൻസുലിന്റെ കഴിവുകേടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിന്റെ ജോലി എന്താ? ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും ബാക്കി അവയവങ്ങളിലേക്കെല്ലാം കടത്തിവിടുക കോശങ്ങളുടെ അകത്തേക്ക്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാൻ എന്താ ചെയ്യേണ്ടത്? അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെല്ലുന്ന ഗ്ലൂക്കോസ് എല്ലാ മസിൽ കൊണ്ട് വ്യായാമം ചെയ്ത് എനർജിയാക്കി കളയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇൻടേക്കൺ ഗ്ലൂക്കോസിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ ബേണിങ് എല്ലാ മസിലും കൊണ്ട് ബേൺ ഔട്ട് ചെയ്താൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ മസിലിലേക്കും കയറിപ്പോകും. ഓട്ടോമാറ്റിക്കലി ഇൻസുലിന് ആക്ട് ചെയ്യാൻ പറ്റും. വ്യായാമം ചെയ്തില്ലെങ്കിലോ ഇൻസുലിൻ്റെ അകത്ത് ജസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു 2% മസിലിൻ്റെ അകത്ത് ഗ്ലൂക്കോസിന്. സോ ആ മസിലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഗ്ലൂക്കോസ് എനർജി ആയി പോയാലല്ലേ ബ്ലഡിന് ഗ്ലൂക്കോസ് കയറാൻ പറ്റും. സോ അത് നടത്തത്തിന് പകരം എല്ലാ മസിലും കൊണ്ട് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പല്ലും തേക്കുന്ന ഒരു എഫക്റ്റ് പോലെ ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ മസിലിലേക്കും കയറിപ്പോകും. ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് അതിനേക്കാൾ കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിലാണ് കൊഴുപ്പ് ട്രൈഗ്ലിസറൈഡ്സ് എനർജിക്ക് എടുക്കുക. സോ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തെ ഗ്ലൂക്കോസും ട്രൈഗ്ലിസറൈഡ്സും എനർജി ആക്കാൻ ഉള്ള വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ മസിലിൻ്റെ അന്നന്ന് ഗ്ലൂക്കോസും ട്രൈഗ്ലിസറൈഡ്സും എനർജി ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാവും, ഒബസിറ്റി ഇല്ലാതാവും, ആൻഡ് രക്തക്കൊല്ല ഗ്ലൂക്കോസോ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പ്രശ്നമില്ല. നോ മോർ കോംപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് കാലോ കണ്ണോ കിട്ടൊന്നും കേടാവില്ല. സോ നിങ്ങൾ പഠിക്കേണ്ട ബേസിക് കാര്യം, ഏതൊരു പ്രമേയ രോഗി പഠിക്കേണ്ട ബേസിക് കാര്യം, നിങ്ങളുടെ രക്തത്തിലെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിൽ ഇല്ല. സോ നിങ്ങൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നൊന്ന് ചെയ്യുന്ന പ്ലാൻഡ് വ്യായാമത്തിലൂടെ അത് എനർജി ആക്കി കളഞ്ഞാൽ, അത് കത്തിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ രക്തക്കുള്ളിൽ ഗ്ലൂക്കോസ് കൊഴുപ്പടിയില്ല, ആൻഡ് നോ മോർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാവും. ഇന്നത് ചെയ്യാത്തവർക്ക് എന്ത് പറ്റും? ഗ്ലൂക്കോസ് പോലും എനർജി ആവുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ ബി കൺവേർട്ട്, ഇൻസുലിൻ്റെ ആക്ഷൻ നേരെ തിരിയും, അത് ലൈപ്പോജനസിസിലേക്ക് പോകും. അപ്പോൾ കൊഴുപ്പടിഞ്ഞോടിയിട്ട് നമുക്ക് ഒബസിറ്റി വരാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തെ കൊഴുപ്പടിഞ്ഞ് വണ്ണം വെക്കുന്നു, ഫാറ്റ് ലിവർ വരുന്നു, ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോ പ്രമേയ ചികിത്സയുടെ അടിത്തറ കിടക്കുന്നത് ഇവിടെയാണ്. അടുത്തത്, പാൻക്രിയാസിന് എന്താ പറ്റിയത്? പാൻക്രിയാസിന്റെ ജോലി എന്താണ്? അത് ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഹോക്കി കളിയോ ഒന്നും അല്ല പാൻക്രിയാസിന്റെ ജോലി. വായിലൂടെ ചെല്ലുന്ന ഭക്ഷണം, അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ, അങ്ങനത്തെ എന്ത് കാർബോഹൈഡ്രേറ്റ്സും അത് ദഹിച്ചുണ്ടാകുന്ന ഗ്ലൂക്കോസ് കുടലിന്റെ ഭിത്തിയിലൂടെ ബ്ലഡിലേക്ക് കടക്കുമ്പോൾ കുടലിന്റെ ഭിത്തിയിൽ ഇൻക്രെറ്റിൻ ഹോർമോൺസ് ഉണ്ട്. GIP, GLP-1 തുടങ്ങിയ 2 ഇൻക്രെറ്റിൻ ഹോർമോൺസ് ഉണ്ട്. മേലെ കുടലിലെ GIP, താഴെ കുടലിൽ GLP-1. ഈ ഇൻക്രെറ്റിൻസ് ആക്ടിവേറ്റഡ് ആവുമ്പോഴാണ് അത് കുടലിൽ നിന്നും പാൻക്രിയാസിലെ ബീറ്റാ സെൽസിലേക്ക് മെസ്സേജ് കൊടുക്കുക. സോ 100 ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറിയാൽ 100 ഇൻസുലിൻ ചാടും, 500 ഗ്ലൂക്കോസ് കയറിയാൽ 500 ഇൻസുലിൻ ചാടും. സോ പാൻക്രിയാസിൻ്റെ അകത്തുനിന്നും ഇൻസുലിൻ ബ്ലഡിലേക്ക് ചാടുന്നത് ഈ സ്റ്റിമുലസിനനുസരിച്ചാണ്.
ഇവിടെ ചിന്തിക്കേണ്ടത്, ഒരു ഓടിത്തളർന്ന അത്ലറ്റിന് ഗ്ലൂക്കോസ് പൊടി കൊടുത്താൽ ക്ഷീണം മാറും. പക്ഷേ നമ്മൾ അരിയോ കിഴങ്ങോ ഗോതമ്പോ പഴവർഗ്ഗങ്ങൾ കൊടുത്താൽ ക്ഷീണം മാറുന്നില്ല. അതിന്റെ കാരണം എന്താ? ഡയറക്റ്റ് ഷുഗർ ചെല്ലുന്നത് മേലെ കുടൽ GIP ആക്ടിവേറ്റ് ചെയ്യുന്നു. സ്ലോ ഷുഗേഴ്സ് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ദഹിച്ചതിന് ശേഷം താഴെ കുടലിൽ നിന്ന് അത് ഗ്ലൂക്കോസായി മാറിയിട്ട് ബ്ലഡിൽ കിടക്കുമ്പോൾ GLP-1 ആക്ടിവേഷൻ നടക്കുന്നത്. ഈ ക്വിക്ക് റിലീസ് ഓഫ് ഇൻസുലിൻ നടക്കുന്നത് GIP കൊണ്ടാണ്. റൈറ്റ്? റിസർച്ച് സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് റാറ്റ് ഇലിയത്തിലല്ല, താഴെക്കുടലിൽ. ആ താഴെക്കുടലിലെ റാറ്റ് ഇലിയത്തിലെ സ്റ്റഡി നടത്തുമ്പോൾ തന്നെ അതൊരു റാറ്റിന്റെ വയറ് തുറന്ന് കുടൽ പുറത്തെടുത്ത് ഇലിയത്തിൽ ഗ്ലൂക്കോസ് ഇൻസുലിൻ സ്റ്റഡീസ് നടത്തും. അത് ഹ്യൂമൻ ബീങ്സിൽ ഒരു ലൈവ് ഓർഗാനിസത്തിൽ നടക്കില്ലെന്ന് പറയണം. സോ ഡയറക്റ്റ് ഗ്ലൂക്കോസ് വായിലൂടെ ചെല്ലുമ്പോൾ ഇൻക്രിറ്റൻസ് ആക്റ്റീവ്, പ്രത്യേകിച്ച് GIP ആക്ടിവേഷൻ. അത് സയൻസിൽ പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇൻക്രിറ്റൻ എഫക്റ്റിൽ പറയുന്നത്. ഒന്ന്, ഇത് റിലീസ് ഇൻസുലിൻ ഫ്രം ദ ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസിന് ഇൻസുലിൻ ചാടിക്കും. 2, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബീറ്റാ സെൽ മാസ്. ബീറ്റാ സെൽ മാസ് കൂട്ടും, പുതിയ ബീറ്റാ സെൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നു പറയുന്നു. പക്ഷേ അത് സംഭവിക്കുന്നത് മടി പിടിച്ച് ഉറങ്ങിക്കിടക്കുന്ന ധാരാളം ബീറ്റാ കോശങ്ങൾ പാൻക്രിയാസിലുണ്ടാവും. കാരണം നമ്മുടെ ചെറുപ്പത്തിലെ പോലെയുള്ള രക്തോട്ടം പാൻക്രിയാസിലേക്കില്ല, ചെറുപ്പത്തിലെ പോലെ ആക്റ്റീവ് അല്ല പാൻക്രിയാസ്. സോ പ്രായം കൂടുന്തോറും പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ പതുക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഒരു സയൻസ് ഓഫ് ഏജിങ് എന്ന് പറയുന്ന ഒരു ആയുർവേദ സ്റ്റഡിയിൽ പറയുന്നത്, ഞാനൊരു അലോപ്പതി ഡോക്ടറാണ്, അപ്പൊ ആ ആയുർവേദ റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നത് 30 വയസ്സിൽ 30% നമ്മുടെ അവയവങ്ങൾ നശിച്ചു പോകും, 50 വയസ്സാകുമ്പോൾ 50% നശിച്ചു പോകുന്നതാണ്. 80%-ലധികം അവയവങ്ങൾ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. സോ 80%-ലധികം പാൻക്രിയാസ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ശരിക്കും ബ്ലഡ് ഷുഗർ കൂടാൻ തുടങ്ങുന്നതാണ് ആ സ്റ്റഡി പറയുന്നത്. ഇത് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് ശരി തോന്നി. ഇപ്പോൾ ഒരു കിഡ്നി ദാനം കൊടുത്താലും ജീവിക്കാം. അതിൻ്റെ അർത്ഥം 50% കിഡ്നി ഇല്ലെങ്കിലും കുഴപ്പമില്ല. 10, 20, 30 വയസ്സിൽ പ്രവർത്തിക്കുന്ന സ്പീഡിലല്ല കിഡ്നി 60, 70 വയസ്സിൽ പ്രവർത്തിക്കുക. സോ 80%-ലധികം കിഡ്നി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അത് രോഗങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ആ സ്റ്റഡി പറയുന്നത്. ഇതേപോലെ നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചാൽ, ഒരാൾക്ക് പ്രമേഹം, അയാളുടെ 10% പാൻക്രിയാസേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 90% പാൻക്രിയാസ് നശിച്ചു പോയി എന്നല്ല. 50 വയസ്സുള്ള ആളാണെങ്കിൽ 50% നശിച്ചു പോയിട്ടുണ്ടാകും. ബാക്കി 40% അത് അകത്തൊന്ന് മടി പിടിച്ച് ഉറങ്ങി, മടി പിടിച്ച് ലേസി ആയിട്ട് കിടക്കും. ആ പാൻക്രിയാസ് ഉത്തേജിക്കപ്പെടുമ്പോൾ അത് എഴുന്നേറ്റ് വരുന്നത് കൊണ്ടായിരിക്കാം ഈ ബീറ്റാ സെൽ മാസ് കൂടുന്നത്. സോ പാൻക്രിയാസിൻ്റെ അകത്തെ ബീറ്റാ സെൽസിനെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു ഈ പ്രകൃതിയിലുള്ളൂ, അത് ഗ്ലൂക്കോസ് ആണ്. സോ ഇവിടെ നമ്മളൊന്ന് ഉള്ളിലൂടെ ചിന്തിക്കണം, എന്താണ് ഗ്ലൂക്കോസിന്റെ റോള് പാൻക്രിയാസിൽ. സോ കുടലിലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസ്, കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ ഓഫ് GIP വിത്ത് ഓറൽ ഗ്ലൂക്കോസ്, ഇറ്റ് വിൽ റിലീസ് ഇൻസുലിൻ ചാടിക്കും. 2, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബീറ്റാ സെൽ മാസ്, പുതിയ ബീറ്റാ സെൽസ് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. ബീറ്റാ സെൽസിന്റെ ബയോസിന്തസിസ് കൂടുന്നു. 10 ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ കോശങ്ങൾ അത് 11, 12, 15, 20, 30 പ്രൊഡക്ടിവിറ്റി കൂടി വരുന്നു. സോ ആ മടി പിടിച്ച് കിടക്കുന്ന ബീറ്റാ സെൽസ് ആക്ടിവേറ്റ് ആവുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. അതേസമയം എല്ലാ മസിലും കൊണ്ട് വ്യായാമം ചെയ്ത് ഗ്ലൂക്കോസ് എനർജിയാക്കി കളഞ്ഞല്ലോ, ബ്ലഡിലെ ഗ്ലൂക്കോസ് വേഗം യൂസ്ഡപ്പ് ആവുന്നു. സോ ഒരു പുഷ് പുൾ ട്രെയിൻ പോലെ ഇൻസുലിൻ വേഗം വലിച്ചെടുക്കുന്നു, ബ്ലഡിലേക്ക് ഒപ്പം സ്റ്റിമുലേഷൻ ചെയ്യുന്നു. സോ അതോടെ ബീറ്റാ സെൽസ് എഴുന്നേറ്റ് വരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ബീറ്റാ സെൽസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത അല്ലേ. റൈറ്റ്? സോ ടൈപ്പ് 2 ഡയബറ്റിസിനെ ടാക്കിൾ ചെയ്യുന്നോടത്ത് അതൊന്ന് മനസ്സിൽ കാണുക, എക്സസൈസിന്റെ റോൾ എന്താണെന്നുള്ളതും. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഇൻക്രിറ്റൻ എഫക്റ്റ് അത് മനസ്സിലാക്കുക. ആൻഡ് 4, ഇറ്റ് വിൽ പ്രിവെന്റ് അപ്പോപ്ടോസിസ് ഓഫ് ബീറ്റാ സെൽസ് എന്ന് പറയുന്നത്. അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തിനും ഈ ഭൂമിയിൽ നശിച്ചു പോകും, കാറാണെങ്കിലും വീടാണെങ്കിലും. സോ പാൻക്രിയാസിന്റെ ജോലി എന്താണ്? ഗ്ലൂക്കോസ് ചെല്ലുമ്പോൾ ഇൻസുലിൻ ചാടിക്കില്ല. സോ ആ ഇൻക്രിറ്റൻ എഫക്റ്റ് ഇല്ലാതാവുമ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് പതുക്കെ ഒരു നാശത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പേടി വരിക. സോ മസിൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് എല്ലാ മസിൽസിലൂടെയും ഗ്ലൂക്കോസ് എനർജി ആക്കി കളഞ്ഞ് ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ മസിൽസിലേക്കും കയറി പോകാൻ തുടങ്ങുന്നതോടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാവുന്നു, ഇൻസുലിൻ്റെ ഫ്ലോ കൂടുന്നു, അപ്പം ഗ്രാജുവലി ചാട്ടം കൂടുന്നു. അതിൻ്റെ ഒപ്പം പാൻക്രിയാസിന് സ്റ്റിമുലേഷൻ കൂടെ ഇൻക്രിറ്റൻ എഫക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പാൻക്രിയാസ് നോർമലാകാൻ സാധ്യതയുണ്ടെന്നൊന്ന് ചിന്തിക്കുക.
ഇതിൻ്റെ കൂടെ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമത്തെക്കാൾ കൂടുതൽ വ്യായാമത്തിലേക്ക് വരുന്നതോടുകൂടി ഗ്രാജ്വലി ക്ലീനിങ് പ്രോസസ് സ്റ്റാർട്ടാകുന്നു. ബ്ലോക്സ് ചെറുതായുള്ള വഴി തടിയുന്നു, പ്ലാക്ക് റിഗ്രഷൻ. ഇനി അത് പോസിബിൾ അല്ല എങ്കിൽ കാൽസിഫിക്കേഷൻ വന്നിട്ട് അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോഴും അതിൻ്റെ കൂടെ കാർഡിയാക് എക്സസൈസ്, എയറോബിക് എക്സസൈസുകൾ, കൈയിലേക്കും കാലിലേക്കുള്ള രക്തോട്ടം കൂട്ടാനുള്ള സ്പെഷ്യൽ എക്സസൈസസ് എല്ലാം ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതോറും മോർ ആൻഡ് മോർ കൊളാട്രൽസ് വിൽ ബി ഡെവലപ്ഡ്. ബ്ലോക്സ് ഉള്ള രക്തക്കോളിൻ്റെ വശങ്ങളിലൂടെ ബ്രാഞ്ചുകൾ പോലെ വേറെ കൊളാട്രൽസ്, അതിൽ പാരലായിട്ട് വേറെ രക്തക്കോലുകൾ, രക്തോട്ടം കുറഞ്ഞു കിടക്കുന്ന ചെറിയ ചെറിയ കോയിലുകൾ വികസിച്ചു വരാൻ തുടങ്ങും. കൊളാട്രൽസ് എന്ന് പറയും. അതോടെ രക്തോട്ടം കൂടാൻ തുടങ്ങും. സോ എല്ലാ അവയവത്തിലേക്ക് രക്തോട്ടം കൂടുന്ന പോലെ തന്നെ പാൻക്രിയാസിലേക്ക് രക്തോട്ടം കൂടുന്നു. ഇറ്റ് വിൽ ബിക്കം യങ് അഗെയിൻ. സോ ടൈപ്പ് 2 ഡയബറ്റീസ് നിങ്ങൾ കൈകാര്യം ചെയ്തത് കുറേ മരുന്ന് കൊണ്ടല്ല. അതിൽ ഡയറ്റ് കൺട്രോൾ വേണം, എക്സസൈസ്, മസിൽ സ്പെസിഫിക് പ്ലസ് കാർഡിയാക് ആൻഡ് എയ്റോബിക് എൻഡ്യൂറൻസ്, അങ്ങനത്തെ പ്ലാനിങ് വേണം. അതിൽ ഡയറ്റ് കൺട്രോളിൻ്റെ പെർഫെക്ഷൻ, എക്സസൈസിൻ്റെ പെർഫെക്ഷൻ. എലോങ് വിത്ത് ദാറ്റ് അനാവശ്യം മരുന്നുകളല്ല വേണ്ടതെന്നും ആ മരുന്നുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് രാസവെള്ളം കൊണ്ട് കൃഷി നടക്കുന്ന മണ്ണിൽ ജൈവവളത്തിലേക്ക് മാറ്റുന്ന പോലെ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. ഒറ്റയടിക്ക് സാധിക്കില്ല. അത് ആഴ്ചകളോ ദിവസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഹെൽത്തും തിരിച്ചു വരാൻ തുടങ്ങും. നമ്മുടെ ബ്ലഡ് വെസൽസിലെല്ലാം മാക്സിമം ബ്ലഡ് ഫ്ലോ കൂടുന്നു. എല്ലാ അവയവത്തേക്കും നല്ല ബ്ലഡ് ഫ്ലോ ഇറങ്ങാൻ തുടങ്ങുന്നു. മസിൽ ബിൽഡിങ് നടക്കുമ്പോൾ ജോയിൻസ് ഒക്കെ സ്ട്രോങ് ആകുന്നതോടുകൂടി ശരീരവേദന, ക്ഷീണം, തളർച്ചെല്ലാം മറന്നു നമ്മുടെ ചെറുപ്പം പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നു. ഒരു 3 മാസം, ഒരു 10 വയസ്സ് കുറക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്ന് ശ്രമിച്ചു നോക്കും.